ഹലോ ഐ എം റിയ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഹൂനോമി നടത്താം ഗൈസ്. ഞാൻ 8 ക്വസ്റ്റ്യൻസ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാപ്പിനോടും ഉമ്മീനോടും ചോദിക്കാം. അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യണതോ ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ജയിക്കുന്നത് ആരാന്ന് എനിക്ക് അറിയില്ല. അത് നമുക്ക് വാപ്പിനെ ഉമ്മയെ വിളിച്ചിട്ട് തരാം. അപ്പോൾ ഗൈസ് നമുക്ക് തുടങ്ങാം. അപ്പോൾ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ആരാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യണമെന്നാണ് നോക്കണേ. രണ്ടുപേരും അങ്ങോട്ട് കോപ്പി അടിക്കാൻ പാടില്ല, പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഓക്കെ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു സാധനം. പേടിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ളൊരു സംഭവം. ഭയങ്കര പേടി എനിക്കതിനെ. പേടിയില്ല. ഉമ്മി എല്ലാം നോക്കില്ല, ഒരെണ്ണുള്ളൂ. എഴുതിയാ ഉമ്മി അറിയും. എട്ടുകാരി ഡ്രില്ലൊക്കെ വർക്ക് ചെയ്യണ സൗണ്ട് മിഷനറിയുടെ. ഗോസ്റ്റ്, പ്രേതം. ഞാൻ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന കാര്യം. നീ ദേഷ്യപ്പെടുന്ന എല്ലാത്തിനും ദേഷ്യപ്പെടും. അയ്യോ, എനിക്ക് ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. തെറ്റിറണോട്ടെ നേരത്തെ. ടെൻഷൻ അടിച്ചാൽ ഒരുപാട് കാര്യമുണ്ട് അതിനകത്ത്. ഞാൻ ഒരെണ്ണം എഴുതിയിട്ടുള്ളൂ. ഓർമ്മയുള്ളൂ. അതെല്ലാം ഉൾപ്പെടും. എന്ത് അതിനകത്ത് എന്താ ആൻസർ? ഇല്ല, ആദ്യം നീ ഒരു കാര്യം പറഞ്ഞിട്ട് അത് വീണ്ടും ആവർത്തിച്ചു. അതിനൊന്നും എഴുതിയിട്ടില്ലല്ലോ. ഒന്നും എഴുതിയിട്ടില്ല. അറിയില്ല. ഓക്കെ, ഉമ്മ അറിയും. ഇഷ്ടമുള്ളത് വാങ്ങിച്ചില്ലെങ്കിൽ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് അതന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ഓർത്ത എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ. ഇല്ല, അത് എഴുതണം. പറ്റൂല. രണ്ടുപേർക്കും മാർക്കില്ല കേട്ടാ. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം, ഭയങ്കര സന്തോഷം തന്നെ ഒരു കാര്യം. 2 കാര്യങ്ങൾ കേട്ടാ. സന്തോഷം തന്നെ 2 കാര്യങ്ങൾ. പിന്നെ സന്തോഷം നൽകുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നെ 2 കാര്യങ്ങൾ. ഒരെണ്ണം ഇത് കഴിഞ്ഞാൽ അരമാർക്കെങ്കിലും കിട്ടൂട്ടാ. എന്താ പറഞ്ഞ കാര്യേ സാധിച്ചു തരുന്നു. മൂത്തുമാണ കിട്ടി വാപ്പി ഒരെണ്ണം കറക്റ്റാണ്. വാപ്പിക്ക് അരമാർക്ക്. 2 പറഞ്ഞ സ്പെൻഡിങ് ടൈം. ഉമ്മയ്ക്ക് അതില്ല. ഞാൻ പറയാം. എൻ്റെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഫ്രണ്ട്സ്. പക്ഷെ ഫ്രണ്ട്സ് അല്ല, ഫേവറേറ്റ് പേഴ്സൺ. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ടൈം സ്പെൻഡ് ചെയ്യണതും പിന്നെ ഞാൻ പറയണ കാര്യം സാധിച്ചു തന്നതും. അത് 2 ഞാൻ ഇപ്പം എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു? 3. അതിനകത്ത് അരമാർക്കാണ് വാപ്പിക്കിട്ട. ഉമ്മിക്ക് ഒന്നുമില്ല. എൻ്റെ കയ്യിൽ പൈസ വന്നാൽ ഞാൻ വാങ്ങുന്ന 3 സാധനങ്ങൾ. മൂന്ന് കാര്യങ്ങളുടെ പേര് എഴുതണോട്ടാ. ഇതറിയാൻ കുറച്ച് ചാൻസ് കൂടുതലാണ്. മൂന്ന് കാര്യങ്ങൾ എഴുതണം. എഴുതിയാ ഉമ്മി? എഴുതിയാ? എന്താ ബണ്ണ്? ബണ്ണ? മറ്റേ
ബണ്ണില്ലേ 10 രൂപയുടെ മറ്റേ ബണ്ണ് പാക്കറ്റിൽ അത്. ആ പിന്നെ ബ്രൂ കോഫിയുടെ പിന്നെ പാല്. ഞാൻ പറയാം ഡയറി മിൽക്ക് ഷെയ്ക്ക് ക്രീം ബണ്ണ്. അത് മൂന്നുമല്ല, സ്കിൻ കെയർ, ഫുഡ്, ഡ്രസ്സ്. അല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഐറ്റം പറയണം. തിങ്സ്, സാധനങ്ങൾ ഉദ്ദേശിച്ചേ. അത് പറയാനാണെങ്കിൽ ഞാൻ പറയല്ല, ഇതല്ല ഇത് ഞാൻ ഉദ്ദേശിച്ചത്. നീ രണ്ടൊരു ഫുഡ് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു കാ മാർക്ക്. കാലിന്റെ ഇതാണ് എങ്ങനെയാ അത് നീ പറ. 1/4. അല്ലെങ്കിൽ ഒരു മാർക്ക് 1/4. 1/4 എഴുതിക്കോ. എന്തൂന്നാ നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. 1/4 അറിയാമോ? 1/4 നേരെ തിരിച്ച് 1/4. ഞാൻ എന്താണ്, ഞാൻ ഫോണിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ് 2 എണ്ണം. എൻ്റെ മൊബൈൽ ആപ്സ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനത്തെ ആപ്സ് ഇല്ലേ, അതിനകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ ആപ്സ് 2 എണ്ണം കേട്ടാ. ഉമ്മേ നോക്കല്ലേ. ആ കള്ളക്കളിയാണ്. ഉമ്മ എഴുതിയാ? അതിൻ്റെ അകത്ത് ഇല്ലല്ലോ അതിന്. വാട്സപ്പ് ആപ്സ് 2 കുറേ ഉണ്ടല്ലോ, കുറേ ആപ്സ് ഉണ്ടല്ലോ, അത് ഏത് വേണമെങ്കിലും ആവാലോ. ഞാൻ പറയട്ടെ. ഉമ്മ ഇത് കേട്ടെ, ഉമ്മ കോപ്പി അടിക്കും. ഉമ്മ ആദ്യം പറയും. സ്നാപ്ചാറ്റും യൂട്യൂബും. അല്ല, യൂട്യൂബും പിന്നെ ബ്യൂട്ടി കോണ്ടസ്റ്റിന്റെ മറ്റേതൊക്കെ തന്നെ ആപ്പും. യൂട്യൂബും വാട്സാപ്പും. വാട്സപ്പ് ഞാൻ എഴുതി തന്നിട്ട് വെട്ടിയതാ. അപ്പൊ 1/2 മാർക്ക് കിട്ടും. ഉമ്മ യൂട്യൂബ് എഴുതിയില്ലേ? 1/2 മാർക്ക്. അല്ല, വേറെ കാര്യമുണ്ട്. വാട്സപ്പ് ഞാൻ ഉദ്ദേശിച്ചായിരുന്നു. അത് പറ്റൂല. പിന്നെടാ ഞാൻ എവിടെ എഴുതിയിട്ട് വെട്ടിയതാണ് വാട്സപ്പ്. പിന്നെ ഞാൻ കാരണം വേറെ ആപ്പൊന്നും ഇല്ലല്ലോ നിനക്ക്, ഇൻസ്റ്റയില്ല ഒന്നുമില്ലല്ലോ. ഞാൻ എന്താണ് എൻ്റെ സീക്രട്സ് എന്നുവെച്ചാൽ ഞാൻ കൂടുതലായിട്ട് മിണ്ടല്ലേ, എൻ്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഷെയർ ആക്കണ ആൾക്കാരില്ലേ 3 പേര്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കാര്യങ്ങൾ ഷെയർ ആക്കണ 3 പേര്. നോട്ട് ഫാമിലി പേഴ്സൺസ് ട്ടാ. നിങ്ങളൊന്നുമല്ല ഫാമിലി പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പി ഉമ്മിയൊന്നും അല്ല. നോക്കണേ, 3 പേര് ട്ടാ, 3 പേര്. ഉമ്മേരിയാ ഇതറിയാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ഉമ്മി പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഓപ്പി ഉമ്മി കള്ളക്കളി. ഓക്കെ ഓക്കെ. ആരാധ്യ, അഫില, ഫാത്തി, മറ്റേ പെണ്ണ് യാസിറ. 3 പേരാണ്. അത് ഒരാളെ കളാ. അങ്ങനെ പറയാൻ പറ്റും. ഒരാളെ കളാ. അതിപ്പോ ഒരാളിപ്പോ കേറി വന്നതാണ്. എന്നാലും ഒരാളെ കളാ. യാസിറനെ കളഞ്ഞു. യാസ്രാനെ കളഞ്ഞ. ഫാത്തി, യാസ്ര, ആരാധ്യ. വേറെ കാര്യമുണ്ട്. അഫിലേക്ക് ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പൊ ഞാൻ അഫിലാടുത്ത് പറയാറുണ്ട്, പക്ഷെ എന്റെ കാര്യങ്ങളൊന്നും കൂടുതൽ ആൾക്കാർ. വേറെ കാര്യം പറഞ്ഞിരുന്നു, ഫാത്തിനെ ശരി കളയണം, കാരണം ഫാമിലിനെ കൂട്ടാൻ പാടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും. അപ്പൊ ഒരു പണിയാണ്, എനിക്ക് ഫുള്ള് തന്നെ. പറ്റൂല. എന്തോന്ന്? അപ്പൊ എനിക്ക് ഞാൻ 2 എണ്ണം ശരിയായി. അപ്പൊ എനിക്ക് 1 മാർക്ക്. 1/2 മാർക്ക്. നിനക്ക് ആരാ തെറ്റിയ? ഇവിടെ എല്ലാം ശരിയാ. ഇല്ല, അഫിലാന്ന് എഴുതിയ, ആരാധ്യനെ എഴുതിയില്ല. അപ്പൊ എനിക്കാരാ? ഭയങ്കര പോരാട്ടം ഉണ്ടാ. എനിക്ക് മാത്രമുള്ളൊരു വിചിത്ര സ്വഭാവം. അതിന്റെ ആൻസർ ഞാൻ എഴുതിയിട്ടില്ല. ബട്ട് എനിക്ക് മാത്രമുള്ള വിചിത്ര ഞാനൊരു കാര്യം പറയട്ടെ, അതിന്റെ ആൻസർ ഞാൻ എഴുതിയിട്ടില്ല. എനിക്കറിയാം. നിങ്ങൾ 2 പേരും കൂടി എഴുതേ. അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആണെന്ന് ഞാൻ എനിക്ക് വിചിത്ര സ്വഭാവം ഒന്നല്ല. വിചിത്ര സ്വഭാവം എനിക്കുള്ള അതിനകത്ത് എനിക്ക് കണക്ട് ആവണതായിട്ട് അന്നാ ആ മാർക്ക് വരും. മേരിയ പറ. ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കൂല. അത് പിന്നെ അത് പറ്റൂല. അതെന്തൂന്നാ? അതായത് ഒരു ഒതുക്കും ചിട്ടേ വേണ്ടേ? ഞാൻ പറയാ മിണ്ടമ്പഴുക്ക് പടങ്ങും. എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആവണത് വാപ്പിയുടെയാണ്.
വീണ്ടും മുഴുകൻ മടങ്ങും. അതല്ല, അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. ഇതാണ് ആദ്യം വേണ്ടത്. ആ പിന്നെ ഏത് വാപ്പിക്ക് ഒരു മാർക്ക്. അച്ചടക്കാണോ? പിന്നെ പറഞ്ഞനുസരിക്കണ്ട ഒരു ആ കാര്യം ശരി, പറഞ്ഞനുസരിക്കണം. അത് നമുക്ക് ആ വിഷയം എടുക്കാം. നമുക്ക് നീ ചെറുപ്പത്തില് നിന്റെ ഉമ്മിച്ചിയുടെ കൂടെ പുറത്തു പോകുമ്പോൾ ഒരു സാധനം നീ കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാൻ പറഞ്ഞ ഉമ്മിച്ച് പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? പോരോ? കൂടെ പോരോ? മിണ്ടാണ്ട് ആ റോട്ടിൽ കിടന്ന് മറിയൂലേ? അതല്ലല്ലോ ഞാൻ ഇപ്പോഴും അതും അനുസരണ പെടും. പക്ഷെ ഞാൻ ആ പൈസ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കേൾക്കൂല. കേക്കും. അത് ഓക്കെ പറയും. കേക്കും. ഞാൻ വാപ്പിന്റെ അടുത്ത് ഉമ്മി പക്ഷെ പൈസ ഇല്ലാന്ന് വെറുതെ പറയണതാ. ആ വാപ്പിക്ക് ഒരു മാർക്ക് ഇട്ടാ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഫുഡ്, ഇഷ്ടമല്ലാത്ത എനിക്ക് ഇഷ്ടമല്ല, കണ്ണി കണ്ടുകൂടാത്തൊരു ഫുഡ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അല്ല കേട്ടാ. എനിക്ക് പുറത്തുനിന്ന് വേണ ഫുഡില് എനിക്ക് ഇഷ്ടമല്ല. നീ പുട്ടും പേരായിരിക്കും പുറത്തുനിന്ന് എനിക്ക് ഇഷ്ടമായില്ല. ഞാൻ ഇതുവരെ കഴിച്ചതിൽ എനിക്ക് പുറത്തുനിന്ന് ഇഷ്ടപ്പെടാത്തൊരു ഫുഡ് കഴിച്ചിട്ടാ. ആ ഞാനും വാപ്പിയും കൂടെ പോയിട്ടാണ് കഴിച്ചത്. പക്ഷെ ഞാൻ വാപ്പിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ നീ ഇരുന്നുണ്ടാവും. കുനാഫ പുട്ടും പയറും എഴുതി ഫസ്റ്റ് എഴുത്. കുനാഫക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനല്ലേ. പറ എഴുതിയാ? ആ പറയട്ടെ. എഴുതിയാ? എഴുതിയിട്ടില്ല. ഇല്ല, അറിയില്ല. ഇത് അറിയൂല. ആ ഒരു വട്ടിട്ടുണ്ട്. ആ ഓക്കെ. വാപ്പി കപ്പേ പൂട്ടി. വെജ് ഫ്രൈഡ് റൈസ് നമ്മളന്ന് VS അച്യുതാനന്ദന്റെ ഇതിന് പോയപ്പോ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെനിക്കും ഇഷ്ടപ്പെട്ടില്ല. വെജ് ഫ്രൈഡ് റൈസ് അല്ലായിരുന്നത്, വെജ് ബിരിയാണി. ആ വെജ് ബിരിയാണി. അത് പറ്റുന്നറിയാമോ? ഹോട്ടലിൽ കയറി കഴിഞ്ഞപ്പോ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. ദോശ ഐറ്റംസ് ഒക്കെ പറഞ്ഞ് ഒരു ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബിരിയാണി തരാൻ പറഞ്ഞു. ഇപ്പൊ വരൂന്ന് വിചാരിച്ച് നോക്കിയിരിക്കാറുന്ന്. വന്നു കഴിഞ്ഞപ്പോ വെജ് ബിരിയാണി. എൻ്റെ പൊന്നോ, അതിനകത്ത് കിടക്കണ ബീൻസ് ചൂടാക്കിയിട്ട് പോലുമില്ല. അപ്പൊ നമുക്ക് മാർക്ക് കൂട്ടട്ടെ. ഞാനും കൂടി വന്ന് ബാക്ക് ക്യാമറയിൽ ഇരിക്കായിരുന്നു. ആരാ കാല്. കാല്. അപ്പൊ എത്രയായി? മുക്കാല്. പിന്നാരാ? അപ്പൊ എത്രയായി? 1.25. വീണ്ടും അര. അപ്പൊ 1.25. പിന്നെ 1. അപ്പൊ 1.25 അല്ല 1.25 1 2.25. ആൻസർ ഞാൻ നോക്കട്ടെ. ആൻസർ ഒക്കെ കറക്റ്റ് ആണ്. അപ്പൊ തന്നെ പറഞ്ഞു. ഓ എല്ലാം എഴുതിയുണ്ട്. കാല്. ഏതാ കാല്? ഒരു കാലൂടെ കിടപ്പുണ്ട്. ഒരര. അപ്പൊ മുക്കാല്. പിന്നെ ഒരു അര. അപ്പൊ 1.25. നിങ്ങളുടെ കൂടി ഒരു അര ആണെങ്കിൽ 1.25. ആ എൻ്റെ 2.25. അപ്പൊ എത്ര മാർക്ക വ്യത്യാസം എനിക്ക് ഉമ്മീനേക്കാളും? 2.25 1.25 പോയി. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇതിനു മുമ്പ് നമ്മളൊരു ഹൂനോമി നടത്തിയിരുന്നേ. ബട്ട് അത് ഞങ്ങളുടെ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഇട്ടത്. ഇത് ഞാനും ജിമ്മിനിയും തമ്മിൽ ഇതാക്കിയിട്ടാണ് ഇട്ടത്. അതിനകത്ത് ഇവർക്ക് മാർക്ക് എത്രയാണെന്നറിയോ? ഒരാൾക്ക് 1.25, ഒരാൾക്ക് എത്രയായിരുന്നു? അതിനകത്ത് വാപ്പിക്കാർന്ന് കൂടില്ല. പക്ഷെ എന്താ മുക്കാല് അര അത്ര ഉണ്ടാവുള്ളൂ. ഇപ്പോഴും വേറെ കാര്യമുണ്ട്. നീ ഇങ്ങനെ ആഴ്ചയില് നിന്റെ ഇഷ്ടങ്ങൾ മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? പിന്നെ എന്നിട്ട് ഞാൻ അത്രയും കണ്ടുപിടിച്ചില്ലേ. ഇവർക്ക് എന്നെ പറ്റി വേറെ കാര്യമുണ്ട്. ആ ഫാത്തിയുടെയും മറ്റാ കൊച്ചിന്റെ പേരെന്തോ യാസിറാടെയും വന്നത് എത്ര ഒരു മാസമായിട്ടുള്ളൂ. അതിന് മുമ്പ് ആരാർന്ന്? ആരാധ്യ മാത്രമേ ഉണ്ടായുള്ളൂ. അഫിലുണ്ടായില്ല. ആരാധ്യ ഞാൻ ഞാൻ പറയട്ടെ. പക്ഷേ അല്ല, അവരൊരു മാസം കൊണ്ട് വന്നിരുന്നെങ്കിൽ അവരായിട്ട് ഞാൻ ഭയങ്കര കംഫോർട്ട് സോണായി. അപ്പൊ അവരായിട്ട് ഞാൻ കൂടുതൽ ഭയങ്കര കണക്ട് ആയി. എന്തായാലും നിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലേ? പിന്നെ ഇല്ലേ? പിന്നെ
അപ്പൊ ഗൈസ് ഇതിനകത്ത് തോറ്റേക്കണത് ഉമ്മിയാണ്, ജയിച്ചേക്കണത് വാപ്പിയാണ്. പിന്നെ പാപ്പി ഒരു മാർക്ക് വാങ്ങിച്ചു. ആ പിന്നെ ആരോ മാർക്കാ. ഒരു മാർക്കാ. എനിക്ക് 2.25, എനിക്ക് 2.25, നിനക്ക് 1.5. അപ്പൊ നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ഗൈസ്. അപ്പൊ ഞാൻ ജയിച്ചേക്കണത് താജുദ്ദീനും തോറ്റേക്കണത് ജാസ്മിയാണ്. അപ്പൊ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ.